السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹുൽ ബുഖാരിയിൽ വന്നിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമഘട്ടങ്ങളിൽ കർബിൻ്റെ സമയത്ത് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രാർത്ഥന വന്നിട്ടുള്ളത്. മുസ്ലിമിലും സഹീഹ് മുസ്ലിമിലും ഇതേ പ്രാർത്ഥന വന്നതായി കാണാൻ കഴിയും. അഥവാ മുത്തഫഖുൻ അലൈഹിയായ ഒരു ഹദീസാണ്. പ്രാർത്ഥന ഇങ്ങനെയാണ്: ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അസീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അസീം, لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. പ്രത്യക്ഷത്തിൽ ഈ പ്രാർത്ഥന ഇങ്ങനെ വായിക്കുമ്പം അല്ലെങ്കിൽ ഇതിങ്ങനെ ചൊല്ലുന്ന സമയത്ത് ഇതിൽ പടച്ചവനോട് എന്തെങ്കിലും ഒന്ന് തേടുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയില്ല. നമ്മൾക്കൊന്നുകൂടെ വായിച്ച അർത്ഥം പറഞ്ഞു നോക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അസീമുൽ ഹലീമു, لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. لا إله إلا الله അർത്ഥം പറയേണ്ടതില്ല, അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല. എന്നിട്ട് അള്ളാഹുവിൻ്റെ രണ്ട് വിശേഷണങ്ങൾ അതിനോട് ചേർത്ത് പറയുന്നുണ്ട്. അൽ അസീം. അൽ അസീം എന്നത് മഹാൻ എന്ന അർത്ഥത്തിൽ വരുന്ന അള്ളാഹുവിൻ്റെ ഒരു നാമമാണ്. അള്ളാഹുവിൻ്റെ വലുപ്പത്തെ സൂചിപ്പിക്കുന്നതാണ്. നമ്മൾ റുക്കൂഇൽ അള്ളാഹുവിൻ്റെ ഈ നാമം സ്മരിക്കാറുണ്ട്, അൽ അസീം എന്നത്. രണ്ടാമത്തത് അൽ ഹലീം എന്നതാണ്. ഹലീം എന്നതിന് മലയാളത്തിൽ സഹനശീലൻ എന്നാണ് അർത്ഥം നൽകാറുള്ളത്. അതായത് മനുഷ്യരൊക്കെ ചെയ്യുന്ന തെറ്റുകൾക്ക് അപ്പോൾ തന്നെ ശിക്ഷ നൽകുകയാണെങ്കിൽ നമ്മളൊന്നും ഇവിടെ ബാക്കി ഉണ്ടാവില്ല. പടച്ചവനെ സംബന്ധിച്ചിടത്തോളം എല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളുടെ ചെയ്തികൾക്കനുസരിച്ച് അപ്പോൾ തന്നെ ശിക്ഷ നടപ്പിലാക്കാതെ ചിലപ്പോൾ നമ്മളൊക്കെ ദേഷ്യം വരുന്ന സമയത്ത് മക്കളോ പെട്ടെന്ന് ശിക്ഷിക്കുന്നത് പോലെ ശിക്ഷ നടപ്പിലാക്കിയതിന് ശേഷം ചിലപ്പോൾ പിന്നെ എന്തെങ്കിലും പറയാം. അതുപോലെ പടച്ചവൻ പെട്ടെന്ന് അങ്ങ് ദേഷ്യം പിടിച്ച് ശിക്ഷ നടപ്പിലാക്കുക എന്നത് അള്ളാഹുവിൻ്റെ സ്വഭാവത്തിൽ, അള്ളാഹുവിൻ്റെ സിഫത്തിൽ പെട്ടതല്ല, അള്ളാഹുവിന് യോജിച്ചതുമല്ല. അള്ളാഹു എല്ലാത്തിലും സാവകാശമെടുക്കുന്നവനാണ്. ക്ഷമയോടുകൂടെ സഹനത്തോടുകൂടെ എല്ലാത്തിനെയും സമീപിക്കുന്നവനാണ് അള്ളാഹു എന്നതാണ് അൽ ഹലീം എന്നതിൻ്റെ ഉദ്ദേശം. അപ്പോൾ തുടക്കത്തിൽ ഇതാ പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അസീമുൽ ഹലീമു. പിന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല. റബ്ബുൽ അർഷ്, അവൻ അൽ അർഷിൻ്റെ റബ്ബാണ്. അൽ അർഷ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വലിയ ഇരിപ്പിടമാണ്. ആ ഇരിപ്പിടത്തിൻ്റെ റബ്ബാണ് അവൻ. അത് ഈ ആകാശഭൂമികളെക്കാൾ വിശാലമായി നിൽക്കുന്ന ഒന്നാണ്. അതിൻ്റെ റബ്ബാണ് അവൻ അൽ അസീം. ആ അർഷ് എങ്ങനെയുള്ളതാ? വലിയതാണ്, മഹത്തായ. ആ അർഷിൻ്റെ വിശേഷണമാണ് ഇവിടെ അൽ അസീം എന്ന് വന്നിട്ടുള്ളത്. നേരത്തെ അള്ളാഹുവിൻ്റെ വിശേഷണമായിട്ടായിരുന്നു വന്നിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, വീണ്ടും ആവർത്തിക്കുകയാണ്, അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന്. റബ്ബുസ്സമാവാത്ത്, ആകാശങ്ങളുടെ, സമാവാത്ത്, സമാ എന്നതിൻ്റെ ബഹുവചന സമാവാത്ത്, ആകാശങ്ങളുടെ റബ്ബാണ്. വറബ്ബുൽ അർദ്, ഭൂമിയുടെ റബ്ബാണ്. വറബ്ബുൽ അർശിൽ കരീം, അർഷിൻ്റെ, നേരത്തെ വന്ന അതേ പ്രയോഗം തന്നെ. വറബ്ബുൽ അർഷ്, അർഷിൻ്റെ നാഥനാണ്, അർഷിൻ്റെ നാഥനാണ്. അതും എങ്ങനെയുള്ള അർഷ? അൽ കരീം. ഇവിടെ അർഷിൻ്റെ വിശേഷണമായി പറഞ്ഞിട്ടുള്ളത്
കരീം എന്നതാണ്. മഹത്തായ അല്ലെങ്കിൽ മാന്യമായ എന്നൊക്കെ അർത്ഥം. ഈ അൽ അദീം എന്നതും അൽ കരീം എന്നതും അള്ളാഹുവിൻ്റെ വിശേഷണമായി നമ്മൾ പറയാറുള്ളതാണ്. പക്ഷേ ആ രണ്ട് വിശേഷണങ്ങളും ഇവിടെ അള്ളാഹുവിൻ്റെ അൽ അർഷിലേക്ക് ചേർത്ത് പറഞ്ഞത് കാണാൻ കഴിയും. എന്നാൽ അൽ അദീം എന്നത് തുടക്കത്തിൽ അള്ളാഹുവിൻ്റെ വിശേഷണമായും പറയുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ അദീമു അൽ ഹലീമു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അദീമും ഹലീമുമായ, മഹാനും സഹനശീലനുമായ അള്ളാഹു അല്ലാതെ ഇലാഹില്ല. വീണ്ടും ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് ആവർത്തിക്കുകയാണ്. രണ്ട് തവണ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞതിനു ശേഷം അർഷിന്റെ റബ്ബാണെന്ന് പറയുന്നത്. റബ്ബുൽ അർഷ്, ആ അർഷിനെ വിശേഷിപ്പിക്കുന്ന അൽ അദീമി, റബ്ബുൽ അർഷിൽ അദീം, അദീമായ അർഷിന്റെ റബ്ബ്. വീണ്ടും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ആവർത്തിക്കുകയാണ് നമ്മൾ. ലാ ഇലാഹ ഇല്ലല്ലാ അവിടെ പറയുന്നത് മൂന്ന് കാര്യങ്ങളുടെ റബ്ബാണെന്നാ. ഒന്ന് റബ്ബുസ് സമാവാത്തി, ആകാശങ്ങളുടെ റബ്ബ്, വറബ്ബുൽ അർദ്, ഭൂമിയുടെ റബ്ബ്, വറബ്ബുൽ ആർഷി, ആർഷിന്റെ റബ്ബ്. ഇവിടെ അൽ ആർഷ് എന്നതിനെ വിശേഷിപ്പിക്കുന്നത് അവസാനത്തിൽ അൽ കരീം എന്നതാണ്. കറമുള്ള, മാന്യതയുള്ള, മാന്യത, ഔദാര്യം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ വരുന്ന ഒരു പദമാണ് കറം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലുന്ന സമയത്ത് ഇതിലെന്താ പടച്ചവനോട് നമ്മൾ ആവശ്യപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അങ്ങനെ ആവശ്യപ്പെട്ടതായിട്ടൊന്നും നമ്മൾക്ക് കാണാൻ കഴിയില്ല. ഇന്നത് ചെയ്ത് തരേണമേ എന്നതോ, അല്ലെങ്കിൽ ഇന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു, അല്ലെങ്കിൽ ഇന്നത് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു ഒന്നുമില്ല. ചില സമയത്ത് അങ്ങനെയാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയാസം വരുമ്പോൾ ഇങ്ങനെ പറയുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു. വിഷമം വരുന്ന സമയത്ത്, കർബ് വരുന്ന സമയത്ത് നടത്തിയിരുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു. ചിലപ്പോൾ നമ്മളുടെ സംസാരങ്ങളിലും പടച്ചവൻ്റെ സിഫത്തുകൾ ഇങ്ങനെ പറയുക എന്നല്ലാതെ ചിലപ്പോൾ പടച്ചവനെ വിളിക്കുകയുള്ളൂ. പടച്ചവനെ ഏതൊരു വിളി ഉണ്ടാവുള്ളൂ, അതിൽ എന്നെ കാക്കണേ എന്നുള്ളത് വന്നിട്ടുണ്ടാവും. ആ കാക്കണേ എന്നുള്ളത് ഉണ്ടായിക്കൊള്ളുന്നില്ല. പടച്ചവനെ നീ കാണുന്നുണ്ടല്ലോ, പടച്ചവനെ നീ എല്ലാം അറിയുന്നവരാണല്ലോ, പടച്ചവനെ നീ എല്ലാത്തിനും കഴിവുള്ളവരാണല്ലോ എന്നൊക്കെയായിരിക്കും നമ്മളുടെ ഉള്ളിലുണ്ടാവുക. പക്ഷേ അതിലൊരു തേട്ടം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുത. അതുപോലുള്ളൊരു പ്രാർത്ഥനയാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയായിട്ട് വന്നിട്ടുള്ളത്. പ്രയാസഘട്ടങ്ങളിൽ, വിഷമഘട്ടങ്ങളിൽ പ്രാർത്ഥന നമ്മൾക്ക് ചൊല്ലാവുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.